Hi all, welcome to Competitive Cracker. എൻ്റെ പേര് മിത്തു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് SSC RRB എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അതിനു മുന്നേ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ആപ്പ് ഞാനൊന്ന് പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണോ എഴുതുന്നത് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം നമ്മൾ ഈ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫ്രീ ഡെയിലി മോക്ക് ടെസ്റ്റുകളും ഫ്രീ ക്വിസുകളും കറണ്ട് അഫയേഴ്സും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ PDF ഒക്കെ നിങ്ങൾക്ക് ഇതിൽ ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഈ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്താൽ ഇതിന്റെയൊക്കെ എക്സാംസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷനും ഡേറ്റും ആ കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അതേപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും ഇത് അവൈലബിൾ ആണ്. നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ റെയിൽവേയുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ എക്സാം വിളിച്ചിട്ടുണ്ട്. June 14th ആണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ നല്ലൊരു എക്സാം ആണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു അവസരം കളയരുത്. ഇന്ന് തന്നെ നിങ്ങളത് അപ്ലൈ ചെയ്യുക. അതിനുവേണ്ടിയുള്ള കോച്ചിങ് നമ്മുടെ ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സുകളും അതുപോലെ സ്പെഷ്യൽ ലൈവ് സെക്ഷൻസും എല്ലാം ഉൾപ്പെടുന്നതാണ്. വീക്ക്ലി എക്സാംസും മോക്ക് ടെസ്റ്റും ഒക്കെ ഉൾപ്പെടുന്ന കോഴ്സാണ്. നിങ്ങൾക്ക് ഈ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഞാൻ മാത്സിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ള ഒരു ടോപ്പിക്കിലെ ഒരു ചെറിയ കൺസെപ്റ്റ് ആണ് പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എന്തൊക്കെയാണ്? കുറച്ച് ടേംസ് ആണുള്ളത്. കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, അല്ലെ? ദെൻ പ്രോഫിറ്റ് എന്താണ്? പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ സെല്ലിംഗ് പ്രൈസ് കൂടുതലാണെങ്കിൽ നമുക്ക് അവിടെ പ്രോഫിറ്റ് പറയാം, അല്ലെ? സോ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ് പ്രോഫിറ്റ്. ഇനിയും ലോസ് എന്താ? കോസ്റ്റ് പ്രൈസ്, ഒരു സാധനം മേടിച്ചിട്ട് കുറഞ്ഞ വിലയ്ക്ക് വിറ്റല്ല, അതായത് സെല്ലിംഗ് പ്രൈസ് അവിടെ കുറവായിരിക്കും അല്ലെ? അപ്പൊ കോസ്റ്റ് പ്രൈസ് ആണ് അവിടെ കൂടുതൽ. ലോസിനാൽ CP മൈനസ് S. ക്ലിയർ അല്ലേ? ഇനി കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഗെയിൻ, ഇത് വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ അറിയണം. എന്താ അത്? സെല്ലിംഗ് പ്രൈസിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ പറയാം? 100 പ്ലസ് P% ഓഫ് കോസ്റ്റ് പ്രൈസ്. ഈ ഒരു രീതി പഠിച്ചാൽ നമുക്ക് എളുപ്പമാണ്. അതായത് നമ്മൾ പറയത്തില്ല, ഒരു 100 രൂപ അല്ലെങ്കിൽ X rupees വിലയുള്ള സാധനം അല്ലെ, 10% പ്രോഫിറ്റിൽ വിറ്റാൽ അതായത് ഇത് നമ്മുടെ കോസ്റ്റ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? 10% പ്രോഫിറ്റ് അല്ലെ, 10% കൂട്ടി അല്ലെ, 110% അല്ലെ. 100 പ്ലസ് ദാറ്റ് 10 എന്ന് പറഞ്ഞാൽ മതി. 110% ഓഫ് X ആയിരിക്കും പുതിയ നമ്പർ. അതേപോലെ 100 പ്ലസ് എന്താണോ P, അപ്പൊ അവിടെ P 10% ആണെങ്കിൽ ജസ്റ്റ് 10 എന്ന് ഇട്ടാൽ മതി. വീണ്ടും അവിടെ പെർസെന്റേജ് ഇടാൻ പോകണ്ട അല്ലെ. 10% ആണെങ്കിൽ നമ്മൾ പറയുന്നു 100 പ്ലസ് 10 ദാറ്റ് ഈസ് 110% ഓഫ് CP. ഇനി ഇവിടെ 20% ആണെങ്കിലോ 100 പ്ലസ് 20 അല്ലെ, 120% ഓഫ് CP. ക്ലിയർ ആണോ? അപ്പൊ ആ ഒരു ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി പ്രോഫിറ്റ് ആൻഡ് ലോസിൽ. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു 100 പ്ലസ് P% ഓഫ് CP. ഇനി ലോസ് ആണെങ്കിലോ ആ പിയുടെ സ്ഥാനത്ത് നമ്മൾ 100 പ്ലസ് P എഴുതിയെങ്കിൽ ലോസ് ആണെങ്കിൽ അത് കുറയുമല്ലേ, 100 മൈനസ് L എന്ന് എഴുതുക. SP ഈക്വൽ ടു 100 മൈനസ് L% ഓഫ് CP. ക്ലിയർ അല്ലേ? അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ദെൻ നമുക്ക് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഈ ബേസിക് ആയിട്ടുള്ളതിന്റെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യിപ്പിച്ചില്ല. ഈ ഒരു ടൈപ്പ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ആണ്. പ്രീവിയസ് ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, എ മാൻ സോൾഡ് എ ബുക്ക് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 12%. ഹാഡ് ഹി സോൾഡ് ഇറ്റ് ഫോർ ₹18 മോർ, 18% വുഡ് ഹാവ് ബീൻ ഗെയിൻഡ്. ഫൈൻഡ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ബുക്ക്. എന്താണ്? ഒരാള് ഒരു ബുക്ക് 12% പ്രോഫിറ്റിൽ വിറ്റു. ഇനി ഹാഡ് ഹി സോൾഡ് ഇറ്റ് ഫോർ ₹18 രൂപ കൂട്ടി വിറ്റിരുന്നെങ്കിൽ 18% പ്രോഫിറ്റ് കിട്ടിയേനെ. ഒക്കെ ഒരു അസംശയം പോലെ പറയുവാണ്. ശരിക്കും വിറ്റത് 12% പ്രോഫിറ്റിൽ വിറ്റു. ഇനി അത് 18 rupees കൂട്ടി വിറ്റിരുന്നെങ്കിൽ 18% പ്രോഫിറ്റ് കൂടുതൽ കിട്ടിയേനെ എന്നാണ് പറയുന്നത് അല്ലെ. ഫൈൻഡ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ബുക്ക്. ആ ബുക്കിന്റെ കോസ്റ്റ് പ്രൈസ് കാണാനാണ് ചോദിക്കുക. ഓക്കെ, എങ്ങനെ ചെയ്യാം? പെർസെന്റേജ് വരുന്ന എല്ലായിടവും തന്നെ നമ്മൾ X എടുക്കുന്നതിന് പകരം 100 എന്ന് അസ്യൂം ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, അതായത് എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം 100 എടുക്കുന്നു, അതിന്റെ 10% കാണാൻ പറഞ്ഞാൽ 10 അല്ലെ. 10% ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ 100 പ്ലസ് ദാറ്റ് 10 110 അങ്ങനെ എങ്കോ പറഞ്ഞാൽ മതി. X ആണെങ്കിൽ 10% ഇൻക്രീസ് 110% ഓഫ് X അങ്ങനെ വേണം നമ്മൾ എഴുതാൻ അല്ലെ. അപ്പൊ 100 എടുക്കുന്നത് ചെയ്യാനൊരു എളുപ്പത്തിനാണ് 100 അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് X എടുത്തും ചെയ്യാം. അപ്പം നമ്മൾ പറയുവാണ് കോസ്റ്റ് പ്രൈസ് ഓഫ് ആ ബുക്കിന്റെ കോസ്റ്റ് പ്രൈസ് 100 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ദെൻ ആ ബുക്ക് വിൽക്കുന്ന എത്ര രൂപയ്ക്കാണ്? 12% പ്രോഫിറ്റിനാണ് വിറ്റത് അല്ലെ. 12% പ്രോഫിറ്റിന് വിറ്റു എങ്കിൽ അവിടുത്തെ സെല്ലിംഗ് പ്രൈസ്, ഇത് കോസ്റ്റ് പ്രൈസ് ഞാൻ അസ്യൂം ചെയ്തതാണ്, 100 ആണ് ആ ഒരു ബുക്കിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് ഞാൻ അങ്ങ് അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 12% പ്രോഫിറ്റിന് വിറ്റാൽ എത്ര രൂപയ്ക്കായിരിക്കും വിറ്റിരുന്നത്? സെല്ലിംഗ് പ്രൈസ് എത്ര വരും? 100ന്റെ 12% എന്ന് പറഞ്ഞാൽ 12 അല്ലെ. 100നും 12ഉം കൂടെ കൂട്ടി 112 rupeesനാണ് അത് വിറ്റത് അല്ലെ. സെല്ലിംഗ് പ്രൈസ് അതായിരിക്കും. ഇനി പറയുന്നത് എന്താ?
₹18 കൂട്ടി വിറ്റിരുന്നെങ്കിൽ 18% കൂടുതൽ ഗെയിൻ കൂടുതൽ കിട്ടിയെന്ന്. ഇവിടെ നമുക്ക് ഈ 18 ഒന്നും കൂട്ടാൻ പറ്റത്തില്ല, കാരണം നമ്മൾ 100 അസ്യൂം ചെയ്തിട്ടാണ് പോകുന്നത് അല്ലെ. അതുകൊണ്ട് അവിടെ ജസ്റ്റ് 18 കൂട്ടുക എന്നൊന്നും പറഞ്ഞാൽ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല. പെർസെന്റേജിലുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ അല്ലെ 100 എടുക്കുമ്പോൾ. അപ്പം ₹18 കൂട്ടി വിറ്റിരുന്നെങ്കിൽ 18% പ്രോഫിറ്റ് കിട്ടിയേനെ. ₹100 വിലയുള്ള ഒരു സാധനത്തിന് 18% പ്രോഫിറ്റ് കിട്ടിയാൽ അത് എത്ര രൂപയ്ക്കായിരിക്കും വിറ്റിരുന്നത്? 18% പ്രോഫിറ്റ് കിട്ടുന്ന ആ സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കും? 100 + 18 118 ആയിരിക്കും അല്ലെ. അപ്പൊ ഇവര് തമ്മിലുള്ള വ്യത്യാസമല്ലേ ഈ ക്വസ്റ്റിന് പറഞ്ഞേക്കുന്ന 18. എവിടെ നിങ്ങൾ ഈ മോറെന്നോ ലെസ്സെന്നോ കണ്ടാൽ അത് ഡിഫറൻസ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പറയത്തില്ലേ A is 2 more than B എന്ന് വെച്ചാൽ എയും ബിയും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെ. അതുപോലെ ഇവിടെ ₹18 more, അതായത് സോൾഡ് ഇറ്റ് ഫോർ ₹18 more എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് അല്ലെ. അതായത് ₹100 ആയിരുന്നു, 12% പ്രോഫിറ്റിൽ വിറ്റു ₹112 അല്ലെ. ഇനി 18% ഗെയിൻ കിട്ടണമെങ്കിൽ അത് ₹118 വിറ്റിരുന്നത് അല്ലെ. അപ്പൊ അവര് തമ്മിലുള്ള വ്യത്യാസം ഇവിടെ എത്ര? ₹100 എന്ന് സാധനത്തിന്റെ വില എടുത്തപ്പോൾ ഡിഫറൻസ് ഇൻ സെല്ലിംഗ് പ്രൈസ് നമുക്ക് എത്ര കിട്ടി? സെല്ലിംഗ് പ്രൈസിലുള്ള വ്യത്യാസം നമുക്ക് എത്ര വന്നേ? 112, 118 - 112 ₹6 അല്ലെ. ആ 6ന്റെ സ്ഥാനത്ത് ഇവിടെ 18 ആണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 100 എങ്ങനെ മാറുന്നു ഒന്ന് കണ്ടുപിടിക്കാം. നമ്മൾ പറയത്തില്ലേ 6 പേനയ്ക്ക് 18 രൂപയാണെങ്കിൽ 100 പേനയ്ക്ക് എത്രയാണ്? ആ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി. ഓക്കെ, സോ 6 എങ്ങനെ 18 ആവുന്നത്? × 3 ചെയ്യുമ്പോൾ, സോ ഇവിടെയും × 3 ചെയ്താൽ ആൻസർ ആയി ₹300. കൺസെപ്റ്റ് ക്ലിയർ ആണോ? സോ ഓപ്ഷൻ എ 300. മനസ്സിലായി? 100 എടുക്കുമ്പം ഈ രണ്ട് സെല്ലിംഗ് പ്രൈസ് തമ്മിലുള്ള വ്യത്യാസം 6 ആണ്. ആ 6 18 ആയാൽ 100 എങ്ങനെ മാറുന്നു? ഓക്കെ, ₹300. ക്ലിയർ ആണോ? അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്കിത് ചെയ്യാം. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു വഴിയും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഈ മെത്തേഡും കൂടെ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഈ ഒരു ടൈപ്പിനാണ് നമുക്ക് ആ ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇതേപോലെ വരുന്ന കൺസെപ്റ്റുകൾ വരുന്ന ക്വസ്റ്റ്യനുകളെല്ലാം നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. ഓക്കെ, അതും എളുപ്പമാണ്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ് വളരെ സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് എന്താ ഈ ഒരു ആൻസറിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. അതെങ്ങനെയാന്ന് നോക്കിയേ. ഒരു ബുക്ക് 12% പ്രോഫിറ്റിന് വിറ്റു അല്ലെ ആദ്യം. ഇനി ₹18 കൂട്ടി വിറ്റിരുന്നെങ്കിൽ 18% പ്രോഫിറ്റ് കിട്ടിയേനെ അല്ലെ. അങ്ങനല്ലേ പറയുന്നത്. സോ ഇവര് തമ്മിലുള്ള വ്യത്യാസം എത്ര? 12% പ്രോഫിറ്റ്, 18% പ്രോഫിറ്റ് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 6% പ്രോഫിറ്റ് ആണ് അല്ലെ. അല്ലെങ്കിൽ 6%, ശതമാനത്തിൽ പറഞ്ഞാൽ 6%. ആ 6% ആണ് ഈ ഡിഫറൻസ് അല്ലെ. സോ 6% 18 ആണെങ്കിൽ കോസ്റ്റ് പ്രൈസ് അല്ലേ കണ്ടുപിടിക്കാനുള്ള. എപ്പോഴും അത് മനസ്സിലാക്കി വെച്ചേക്ക. ഒരു സാധനത്തിന്റെ കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ ഒറിജിനൽ വാല്യൂ എന്നൊക്കെ പറഞ്ഞാൽ എത്ര ശതമാനമാണ്? 100% ആണ് അല്ലെ. അപ്പൊ 6% 18 ആണെങ്കിൽ 100% എത്രന്ന് കണ്ടുപിടിക്കും അല്ലെ. നമ്മൾ നേരത്തെ എടുത്ത അതേ ഡിഫറൻസ് തന്നെ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. 2 പ്രോഫിറ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ ഡിഫറൻസ് എടുക്കാന്ന് പറഞ്ഞാൽ ആ 2 വാല്യൂ കൂടെ മൈനസ് ചെയ്യുക. 2 ലോസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഡിഫറൻസ് എടുക്കാന്ന് വെച്ചാൽ അത് രണ്ടും കൂടെ മൈനസ് ചെയ്യുക. ഇനി ഒരു പ്രോഫിറ്റും ഒരു ലോസും ആണെങ്കിലോ അത് ഡിഫറൻസ് എടുക്കാന്ന് വെച്ചാൽ അത് പ്ലസ് ചെയ്യുക. ഓക്കെ, ഇവിടെ 2 പ്രോഫിറ്റ് അല്ലേ. സോ ഇവിടെ 12% പ്രോഫിറ്റ്, ഇത് 18% പ്രോഫിറ്റ്. സോ ഡിഫറൻസ് എടുത്താൽ 18 - 12 6 അല്ലെ. നമ്മൾ നമ്പർ സിസ്റ്റത്തിലൊക്കെ പറയുന്ന പോലെ, അതായത് ഇവിടെ 0, ഇത് 1, ഇത് 2, ഇത് 3, -1, -2, -3. ഓക്കെ, ഇവിടെ ഈ 3ഉം 1ഉം തമ്മിലുള്ള ഗ്യാപ്പ് എത്ര? 3 - 1. ഇനി ഇവിടെ ഈ -3ഉം -1ഉം തമ്മിലുള്ള ഗ്യാപ്പ് എത്ര? അതും അവിടെ നമുക്ക് അത് രണ്ട് മൈനസ് ചെയ്താൽ മതി. ഇനി ഈ 3ഉം -3ഉം തമ്മിലുള്ള ഗ്യാപ്പ് എത്ര? അത് 6 ആണ് അല്ലെ. അതായത് 3 + 3 6 ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. അതേപോലെ ഇവിടെ 2 പ്രോഫിറ്റ് ആണെങ്കിൽ അത് ഡിഫറൻസ് എടുക്കുക, 2 ലോസ് ആണെങ്കിൽ അത് ഡിഫറൻസ് എടുക്കുക, പ്രോഫിറ്റും ലോസും ആണെങ്കിൽ അത് ആഡ് ചെയ്യുക. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ ആൻസർ പറയാം. എങ്ങനെയാണ്? ഇവിടെ ഈ 18 എന്ന് പറഞ്ഞാൽ ഈ 2% ഡിഫറൻസ് ആണ്. സോ 6% 18 ആയാൽ 100% എങ്ങനെ മാറുന്നു അല്ലെ. 6 × 3 അല്ലേ 18. സോ ഇവിടെയും × 3. സോ ആൻസർ 300. ക്ലിയർ ആണോ? അതേ മോഡൽ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. എ മാൻ സോൾഡ് എ ബുക്ക് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 15%. Had he sold it for ₹24 more, 21% would have been gained. Find the cost price of the book. എന്ത് ചെയ്യാം നോക്കിയേ. ഒരു ബുക്ക് 15% പ്രോഫിറ്റിന് വിറ്റു അല്ലെ. പ്രോഫിറ്റ് ഓഫ് 15%. ഇനി had he sold it for 24 more, 21% would have been gained അല്ലെ. 21% കിട്ടിയേനെ. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്ര? രണ്ടും പ്രോഫിറ്റ് അല്ലേ. സോ ഡിഫറൻസ് എടുത്തേ. 21 - 15 6%.
6% ആണ് ഈ പറഞ്ഞ ഡിഫറൻസ് ആയ 24 എങ്കിൽ നമുക്ക് വേണ്ടത് 100% എത്ര ആണെന്നാണ്. എത്ര? 6 into 4 ആണ് 24. സോ 100 into 4 400. ക്ലിയർ അല്ലേ? സോ ഓപ്ഷൻ സി 400. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A chair was sold at a loss of 10%. If it was sold for rupees 84 more, there would have been a gain of 4%. For how much the chair was sold? എന്താണ് ഇവിടെ? ലോസ് ഓഫ് 10% അല്ലെ? ലോസ് ഓഫ് 10% ലോസിനാണ് വിൽക്കുന്നത്. ദെൻ 84 rupees കൂട്ടി വിറ്റിരുന്നെങ്കിൽ there would have been 4% ഗെയിൻ ഉണ്ടായേനെ അല്ലെ? എ ഗെയിൻ ഓഫ് 4%. എങ്കിൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്ര? ഒരെണ്ണം ഗെയിനും ഒരെണ്ണം ലോസും അല്ലെ? സോ ഡിഫറൻസ് ഞാൻ പ്ലസ് ചെയ്താൽ മതി. അതായത് 14% ആണ് അവർ തമ്മിലുള്ള ഡിഫറൻസ് അല്ലെ? സോ അതെത്ര? 14% 84 ആണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതിന്റെ കൂടെ നിങ്ങൾക്ക് 100% എത്രാന്ന് കണ്ടുപിടിക്കാം. 100% എന്താണ്? കോസ്റ്റ് പ്രൈസ് ആണ്. അത് ക്ലിയർ ആയിരിക്കണം. 100% എന്ന് പറഞ്ഞാൽ എപ്പോഴും കോസ്റ്റ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസിന്റെ പെർസെന്റേജ് പറയുന്നത് എങ്ങനെയാ? അത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമ്മൾ നോക്കിയിട്ട് പറയും അല്ലെ? അതൊക്കെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഓക്കെ, സോ 14% 84 ആണ് എങ്കിൽ 100% കണ്ടുപിടിച്ച് നമുക്ക് കോസ്റ്റ് പ്രൈസ് കിട്ടും. പക്ഷെ ചോദ്യം അതാണോ? ഇവിടെ നമുക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ തെറ്റാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെ? നമ്മൾ കോസ്റ്റ് പ്രൈസ് അങ്ങ് കണ്ടുപിടിക്കും അല്ലെ? അതായത് 14% 84 ആണെങ്കിൽ നമ്മൾ പറയുന്നു ഇൻറ്റു എന്ത് ചെയ്യണം? ഇൻറ്റു 6 ചെയ്താൽ കിട്ടും അല്ലെ? അപ്പൊ ഇൻറ്റു 6 600 കിട്ടും അല്ലെ? ആൻസറിലും ഓപ്ഷൻസിലും കൊണ്ട് പെട്ടെന്ന് മാർക്ക് ചെയ്ത് പോകും. 600 ആണോ ആൻസർ? അല്ല. എന്താ ചോദ്യം? ഫോർ ഹൗ മച്ച് ദ ചെയർ വാസ് സോൾഡ്. ചെയർ എത്ര രൂപയ്ക്ക് വിറ്റത് എന്നാണ് ചോദിച്ചത്. അതായത് സെല്ലിംഗ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഡയറക്റ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇങ്ങനെ അങ്ങ് ചെയ്യാം. 14% 84 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് അല്ല ചോദിക്കുന്നത്. സെല്ലിംഗ് പ്രൈസ് എത്ര? 10% നഷ്ടം ഉള്ള നഷ്ടത്തിൽ വിറ്റ സെല്ലിംഗ് പ്രൈസ് ദാറ്റ് ഈസ് 90% എത്ര ആണെന്നാ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി ഇത് മനസ്സിലായി. അതായത് നമ്മൾ ഇതിന്റെ തുടക്കത്തിലൊക്കെ നമ്മൾ ക്ലാസ്സിൽ എടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് അല്ലെ? അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ രീതിയിൽ പറയാം. കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിച്ചിട്ട് എങ്ങനെയാണെന്ന് പറയാം അല്ലെ? അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ചെയ്താൽ മതി. അതായത് സെല്ലിംഗ് പ്രൈസിന്റെ ശതമാനം നമ്മൾ ലോസ് ആണോ പ്രോഫിറ്റ് ആണോ എന്ന് നോക്കിയിട്ട് പറയും അല്ലെ? സോ 14% 84 ആണെങ്കിൽ അതായത് 10% ലോസിലുള്ള സെല്ലിംഗ് പ്രൈസ് ദാറ്റ് മീൻസ് 90% എത്ര ആണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അതാണ് ആൻസർ. ഓക്കെ, അപ്പൊ ഇവിടെ ഇൻറ്റു 6 ആണെങ്കിൽ ഇവിടെയും ഇൻറ്റു 6 നമുക്ക് എത്ര കിട്ടും? 540 എന്ന് ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനിയിപ്പോ ഈ ഒരു രീതിയിൽ പറഞ്ഞാല് 14% 84 ആണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതിന്റെ കൂട്ട് കോസ്റ്റ് പ്രൈസ് ആയ 100% നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, 600. ദെൻ പിന്നെന്താ? കോസ്റ്റ് പ്രൈസ് കിട്ടി 600. ചോദിക്കുന്നത് സെല്ലിംഗ് പ്രൈസ് അറ്റ് 10% ലോസ് അല്ലെ? 10% ലോസിലുള്ള സെല്ലിംഗ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ചെയ്തേ. സെല്ലിംഗ് പ്രൈസ് വിൽ ബി ഈക്വൽ ടു 100 മൈനസ് 10 അല്ലെ? പെർസെന്റേജ് ഓഫ് CP that is 90% of cost price that is 600 അല്ലെ? that is 540 rupees. ക്ലിയർ ആണോ? ഇവിടുത്തെ ഈ 90% നമ്മൾ നേരത്തെ ഞാൻ തൊട്ട് മുന്നേ ചെയ്തത് അല്ലെ? അപ്പൊ ആ രീതിയിൽ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ആൻസർ 54. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A person bought a chair and sold it at 10% profit. If he had bought at 20% less and sold it for rupees 10 more, he would have gained 40%. Find the cost price. Okay, നേരത്തെ ചെയ്തതുപോലല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഇങ്ങനെയുള്ള പലതരത്തിലുള്ളത് വന്നാൽ നമ്മൾ ആ 100 എടുത്ത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ആ രീതിയിൽ ചെയ്തു പോയാൽ മതി. ഓക്കെ, എങ്ങനെ ചെയ്യാം ഒന്ന് വായിച്ചു നോക്കിയ ക്വസ്റ്റ്യൻ. ഒരാൾ ഒരു ചെയർ മേടിച്ചു, 10% നഷ്ടത്തിൽ 10% പ്രോഫിറ്റിൽ വിറ്റു. ഇനി പിന്നെ പറയുന്നത് എന്താ? 20% ലെസ്സിന് മേടിച്ചിട്ട് 10 rupees കൂട്ടി വിറ്റിരുന്നെങ്കിൽ 14% ഗെയിൻ കിട്ടിയേനെ അല്ലെ? അങ്ങനെയാ പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം? കോസ്റ്റ് പ്രൈസ് 100 ആണെന്ന് ഞാൻ എടുത്തു. ഓക്കെ, ഞാൻ അത് അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിന്റെ സെല്ലിംഗ് പ്രൈസ് എത്ര? 10% പ്രോഫിറ്റിൽ വിറ്റു. സോ സെല്ലിംഗ് പ്രൈസ് വന്നിട്ട് 110 rupees. ഇനി 20% ലെസ് റുപ്പീസിന് ഞാൻ മേടിച്ചിരുന്നെങ്കിൽ അല്ലെ? 100 ആണെങ്കിൽ 20% ലെസ്സിന് മേടിച്ചു എന്ന് വെച്ചാൽ എത്ര രൂപയ്ക്കായിരിക്കും മേടിക്കുക? 80 rupees അല്ലെ? അതായത് കോസ്റ്റ് പ്രൈസ് 80 ആയിട്ട് 10 rupees കൂട്ടി വിറ്റിരുന്നെങ്കിൽ അവിടെ നമുക്ക് +10 ഒന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരു അസ്യൂം ചെയ്തേക്കുന്ന വാല്യൂസ് അവിടെ ജസ്റ്റ് നമ്മളെ കറക്റ്റ് വാല്യൂസ് ഒന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല. പെർസെന്റേജുകളെ അപ്ലൈ ആവും. ഓക്കെ, അപ്പം 10 രൂപ കൂട്ടി വിറ്റിരുന്നെങ്കിൽ
40% ഗെയിൻ കിട്ടിയേനെ. അതായത് 80 രൂപയ്ക്ക് മേടിച്ചിട്ട് 10 റുപ്പീസും കൂടെ കൂട്ടി വിറ്റിരുന്നെങ്കിൽ 40% ഗെയിൻ കിട്ടിയിരുന്നു. അപ്പൊ 80 രൂപ വിലയുള്ള സാധനത്തിന് 40% ഗെയിൻ കിട്ടിയെങ്കിൽ അത് എത്ര രൂപയ്ക്കായിരിക്കും വിറ്റിരുന്നത് നമുക്ക് കണ്ടുപിടിച്ചുകൂടെ? ഇത് 100 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ആ 10% പ്രോഫിറ്റ് അത് 110, 20% കുറഞ്ഞ വിലയ്ക്ക് മേടിച്ചു. ദാറ്റ് മീൻസ് 80 റുപ്പീസിന് മേടിച്ചാൽ ഫൈനലി ഒരു ഗെയിൻ വരുന്നത് എത്ര? 40% അല്ലെ? അപ്പൊ 80 റുപ്പീസിന് മേടിക്കുന്ന സാധനം 40% ഗെയിൻ കിട്ടിയാലുള്ള സെല്ലിംഗ് പ്രൈസ് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ? സെല്ലിംഗ് പ്രൈസ് വിൽ ബി ഈക്വൽ ടു 100 പ്ലസ് ഗെയിൻ, അതായത് 100 പ്ലസ് 40, 140% ഓഫ് 80 അല്ലെ? പെർസെന്റേജും നമ്മൾ 2 സീറോയും കട്ട് ചെയ്തു. 14 into 8 എത്ര വരും? 32, 3, 112. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എത്ര കിട്ടി? 112 എന്ന് കിട്ടി. 80 രൂപയ്ക്കാണ് മേടിക്കുന്നത്, 40% ഗെയിൻ കിട്ടിയാൽ 112 എന്ന് കിട്ടി അല്ലെ? ദാറ്റ് മീൻസ് ഇനി ഈ രണ്ട് സെല്ലിംഗ് പ്രൈസ് തമ്മിലുള്ള വ്യത്യാസം അല്ലേ ഇവർ ഈ പറഞ്ഞേക്കുന്ന 110 റുപ്പീസ് എന്ന് പറയുന്നത്? അത്ര അത് 100 റുപ്പീസ് ആണ് സാധനത്തിന്റെ കോസ്റ്റ് പ്രൈസ് എങ്കിൽ ഈ സെല്ലിംഗ് പ്രൈസ് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 2 റുപ്പീസ്. ക്ലിയർ ആണോ? ഈ 2 റുപ്പീസിന്റെ സ്ഥാനത്ത് ഇവിടെ 10 ആയാൽ അല്ലെ, യഥാർത്ഥത്തിൽ അത് 10 ആയാൽ കോസ്റ്റ് പ്രൈസ് എങ്ങനെ മാറുന്നു അല്ലെ? ഇൻറ്റു 5. സോ ഇവിടെയും ഇൻറ്റു 5, ദാറ്റ് ഈസ് 500. ക്ലിയർ ആണോ? ഇപ്പൊ എത്ര കോസ്റ്റ് പ്രൈസ്? 500. ഓപ്ഷൻ സി ആണ് ആൻസർ. ക്ലിയർ ആണോ? അപ്പം ഇവിടെ ഈ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടല്ലേ? നേരത്തെ നമ്മൾ ചെയ്ത പോലെ അല്ല, അവിടെ നമുക്ക് ആ ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇത് നോർമലി 100 എന്ന് എടുത്ത് ചെയ്യുന്നതായിരിക്കും എളുപ്പം ചെയ്യാനുള്ള എളുപ്പമാർഗം എന്ന് പറയുന്നത്. ഓക്കെ, പെർസെന്റേജ് എവിടെ വരുന്നു അവിടൊക്കെ നമുക്ക് 100 അസ്യൂം ചെയ്യാം. ക്ലിയർ ആണോ? അപ്പൊ ഇതും അതേ ക്വസ്റ്റ്യൻ, അതേ മോഡൽ, ഇപ്പൊ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത മോഡലിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ഹോംവർക്കായിട്ട് ചെയ്തിട്ട് ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ആ പഠിച്ച അതേ മെത്തേഡ് തന്നെയാണ്, ട്രൈ ചെയ്യുക. ഇപ്പൊ ഞാൻ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ കാര്യം പറഞ്ഞിരുന്നു. അത് മറക്കരുത്. നമ്മുടെ ജൂൺ 14 ആണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ എല്ലാവരും അപ്ലൈ ചെയ്യുക. അപ്പൊ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ബാച്ചിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ റെയിൽവേ എക്സാംസിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ ആ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എക്സാം അപ്ഡേറ്റ്സും നോട്ടിഫിക്കേഷൻസും എല്ലാം നിങ്ങൾക്ക് അത് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കും. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.